ഈ ലതികമ്മ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നുണ്ടേ, ഈ ലിവിങ് റിലേഷൻഷിപ്പിനൊന്നും പ്രത്യേക വീട്ടിലൊരു അംഗീകാരമോ സമ്മതമോ ഒന്നും കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഗോപിയുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാവുന്നത്, അങ്ങനെ ഒരു ജീവിതം തുടങ്ങുന്നത്. അതൊരു ആശങ്ക ആ ഘട്ടത്തിലുണ്ടായിരുന്നു. ഈ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് അമ്മ ഹിരൺമയിയുമായിട്ട് സംസാരിച്ചത്? ആശങ്ക അന്ന് ഉണ്ടായിരുന്നു. അന്ന് എങ്ങനെയായിരിക്കും ജീവിതം, കാരണം ഇതെനിക്ക് ഒരു പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആശങ്ക അന്ന് മുതലേ ഉണ്ട്. നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു? ഓ, ഒത്തിരി 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 ശ്രമിച്ചു. ഇത് വേണോ എന്ന് ചോദിച്ചു 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 നിരുത്സാഹപ്പെടുത്താൻ പക്ഷേ ശ്രമിച്ചു. ഹിരൺമയി കൺവിൻസ്ഡ് ആയിരുന്നു അതിനകത്ത്? ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നു. മാത്രമല്ല, എന്താ പറയുക, ഒരു പ്രോപ്പർ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് അവരെ ഞാൻ കൊണ്ട് വീട്ടിൽ കാണിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിൽ കുറേ കാലം അമ്മ വരാറുണ്ടായിരുന്നു, അമ്മയും അച്ഛനും ഒക്കെ വരാറുണ്ടായിരുന്നു. പ്രോപ്പർ ഫാമിലി ലൈഫ് തന്നെയാണ് ഞാൻ ലീഡ് ചെയ്യുന്നത്. ഫാമിലി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ. പ്രോപ്പറായിട്ടൊരു അടുത്ത ജനറേഷൻ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കൺവിൻസ്ഡ് ആക്കിയിട്ട് തന്നെയാണ് ഞാൻ അവസാന കാലഘട്ടങ്ങളിൽ ഒരു 6 വർഷം, ഒരു 7ാമത്തെ വർഷം തൊട്ടൊക്കെ അങ്ങനെയായിരുന്നു ഞാൻ. സാധാരണ ഒരു വിഷമം വരുന്നത് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അങ്ങനെ നമ്മളെടുത്തൊരു തീരുമാനം നമ്മൾ തന്നെ പിൻവലിക്കേണ്ടി വന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനല്ല, നമ്മളെടുത്ത തീരുമാനം നമ്മളായിട്ട് അങ്ങനല്ല. ചില സന്ദർഭങ്ങളിൽ വ്യക്തികൾ വളരും. ഒരു ഞാൻ എൻ്റെ ഒരു 20ാമത്തെ 21ാമത്തെ വയസ്സിലാണ് പുള്ളിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. പുള്ളി ഒരു 30ാമത്തെ വയസ്സിലാണ് ഞാനുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വളരും തോറും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ ഒരു പ്രോപ്പർ ഫാമിലി ലൈഫിൽ അത് മനസ്സിലാക്കി കൊണ്ടുപോവുക, അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു അബ്രപ്റ്റായിട്ട് തീരുമാനമെടുത്ത് മാറുക. അപ്പോൾ എൻ്റെ ഒരു ചോയ്സ് ആണോ അതോ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം തരുമോ, ഈ തീരുമാനമെടുത്താൽ വീട്ടുകാർ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്ന ആശങ്കയിൽ കഴിയുന്ന ഒട്ടേറെ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ വിവാഹമോചനം അടക്കമുള്ള വിഷയങ്ങളിൽ അവർക്ക് ആ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് മാതൃകയാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അമ്മ കൊടുക്കുന്ന പിന്തുണ വളരെ പ്രധാനപ്പെട്ട. അല്ല, അത് അമ്മ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്തും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തും അമ്മ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് നിനക്ക് താല്പര്യമില്ലാത്തൊരു സന്ദർഭം ഉണ്ടാവുക, അപ്പം വീട്ടിലേക്ക് തിരിച്ചു വരും. എനിക്കൊന്നും അങ്ങനെ തുറന്നിട്ടൊരു വാതിലാണ് ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള എപ്പോഴും ഒരു വീട് നിനക്ക് ട്രിവാൻഡ്രത്തുണ്ട്, അതൊരിക്കലും നീ ബുദ്ധിമുട്ടരുത്, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു അല്ല അഭയ ചെയ്തത്. പക്ഷേ അഭയയുടെ ബാൻഡ് ഓപ്പൺ ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് അവരെ സ്വീകരിച്ചത്. എൻ്റെതായ ഒരു സ്പേസിലേക്ക് ഉണ്ടാക്കുകയും, കാരണം അച്ഛൻ മരിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയും പെങ്ങളെയും ഇങ്ങോട്ടേക്ക് അച്ഛൻ മരിച്ചു. അങ്ങനെ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക ചെയ്തത്. അത് നൽകിയൊരു കരുത്ത് വളരെ വലുതാണ്, അല്ലേ? അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള കാലത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആവുകയും അല്ലെ, കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആവുന്നു മാനസികമായിട്ട്. എക്സാക്ട്ലി. ഈ ഹിരൺമയ ബാൻഡ് എങ്ങനെ പോകുന്നു? ഹിരൺമയ ബാൻഡ് ഒരു എന്താ പറയാ, ഒരു വർഷത്തില് ഒരു 1.5 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ സ്വതന്ത്രയായിട്ട്. അപ്പോൾ ഈ മറ്റുള്ളവരെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഗ്രോത്ത് വളരെ സ്പീഡിലുള്ള ഗ്രോത്താണ്. അപ്പോൾ എൻ്റെ ബാൻഡും അതുപോലെ പതുക്കെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ പല ഫെസ്റ്റിവൽസിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനിയും ചെയ്യണം. പുറത്ത് പല സ്ഥലങ്ങളിലും പോയി ഒമാനിലും ഖത്തറിലും ഒക്കെ പോയിട്ടുണ്ട്. ഈ സോഷ്യൽ ബുള്ളിങ്ങിനെയൊക്കെ നേരിടാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഈ താനെ തിരിഞ്ഞു മറിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞാൻ അതാ വിചാരിച്ചത്. കാരണം ഈ ബാക്കി വ്യക്തികൾ, ചുറ്റുമുള്ള സുഹൃത്തുക്കളൊക്കെ തരുന്ന ടെൻഷൻ അവിടെ നിൽക്കും. പക്ഷെ അപരിചിതരായ മനുഷ്യർ കയറി നമ്മുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൽ കയറി ഇടപെട്ട് തുടങ്ങുമ്പോഴേ കാണുമ്പോൾ ചില സമയത്ത് ബുദ്ധിമുട്ടല്ല, കാരണം ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നതിനൊക്കെ, അല്ലെ അവർക്ക് അറിഞ്ഞുകൂടാത്ത ജീവിതത്തിനെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. വായിച്ചു നോക്കുമോ? ചിലത് വായിച്ചു നോക്കാറുണ്ട്. സമയം ഉണ്ടെങ്കിൽ, എനിക്ക് എന്റർടൈൻമെന്റ് ആവണ സമയം ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാറില്ല. അല്ലാതെ സമയം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ വായിച്ച് ചിലർക്ക് ഞാൻ മറുപടിയും കൊടുക്കാറുണ്ട് സമയം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെ ഉപേക്ഷിക്കും. സോഷ്യൽ ബുള്ളിങ് പക്ഷേ ഒരു അനോണിമസ് ആണെന്ന് പറയാം. കൂട്ടത്തിന്റെ അടുത്ത് നിൽക്കുന്നവരുടെ ബുള്ളിങ് അതിനേക്കാളും വളരെ 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 അതല്ല, അത് വളരെ കൂടുതലാണ്. അഭയ പറഞ്ഞ എന്താ അറിയോ വാചകം, സുഹൃത്തുക്കളെക്കാൾ അവർ സ്നേക്സ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും കൂടെ നിന്നവരെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായം അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പരിധിവരെ എനിക്കെടുക്കാൻ പറ്റുന്ന മാത്രം അഭിപ്രായം, എൻ്റെ മാത്രം തീരുമാനത്തിൽ അവിടെ നിന്ന് മാറാൻ പറ്റില്ലല്ലോ, അവരെ ഒഴിവാക്കാൻ പറ്റില്ല. ചിലവരെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു എന്താ പറയുക ഫ്രീഡം കിട്ടി. അവരെ ഇനിയിപ്പോൾ ഒരു കാലത്തും കാണേണ്ടി വരത്തില്ലല്ലോ എന്നൊരു സന്തോഷം കിട്ടി. അത് മനസ്സിലാക്കി എന്നുള്ളത്.